ഞങ്ങൾക്ക് RSSനെ പ്രീണിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ, അത് പോയാൽ. എന്നാൽ കേരളത്തില് RSS ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് CPM കാരെയാണല്ലോ. എന്തേ അതിനിടയാക്കിയത്? അവരെ ആക്രമിക്കാൻ പോയത് കൊണ്ടാണോ? അവര് ഭയപ്പാട് സൃഷ്ടിക്കുകയായിരുന്നില്ലേ? നാടിനെ ഭയത്തിൽ ഒതുക്കാൻ പറ്റുമെന്നല്ലേ നോക്കിയത്? CPM പോലൊരു പാർട്ടിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ആഗ്രഹിക്കും വിധം ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാം എന്നല്ലേ അവർ പ്രതീക്ഷിച്ചത്? ആരാണ് അതിനെ പ്രതിരോധിച്ചത്? അഭിമാനപൂർവം CPMന് പറയാൻ പറ്റും, ഞങ്ങളാണ്. നിങ്ങൾക്കൊരു പങ്കും അതിലുണ്ടായിട്ടില്ല. കോൺഗ്രസിനോ UDFനോ ഒരു പങ്കും അതിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ അതെല്ലാം സഹിച്ചിട്ടുമുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി സഖാക്കളുടെ ജീവൻ അപഹരിച്ചപ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോവുകയല്ല ചെയ്തത്. കൂടുതൽ വീറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു, ഏതെല്ലാം തരത്തിലുള്ളത്? ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഞാനതിന്റെ മറ്റ് വിവരണങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ RSSുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത്. ഇവിടെ RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ? RSS ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പുരസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത്? RSS ശാഖക്ക് കാവൽ നിൽക്കുന്ന RSSകാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ. എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര്? മലയാള മനോരമ എടുത്തു നോക്കണം. KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ? പരസ്യമായി പറഞ്ഞതല്ലേ. എടക്കാട്, തോട്ടട, കിഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാൻ CPMകാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നു എന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ആർക്കാണ് RSS ബന്ധം? മലയാള മനോരമക്ക് മറവി വന്നോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. തലശ്ശേരി കലാപം, ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. എവിടെ? ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി, അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും, സഖാവ് UK കുഞ്ഞിരാമൻ, നെരുവമ്പായി പള്ളി, ആ ഭാഗത്തെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ്. അവിടെ കാവൽ നിൽക്കുക. അപ്പൊ ഒരു കൂട്ടം RSSകാർ വന്നു, പള്ളി ആക്രമിക്കണം. ഈ നിൽക്കുന്ന UK കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരും. അപ്പൊ ഇവര് സംയമനത്തോടെ പറഞ്ഞു, പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം. അതിന് മാത്രം ബലം അവർക്കില്ല. അവർ തിരിച്ചുപോയവർ പക്ഷേ തീർത്തും തിരിച്ചു പോയില്ല. പിറ്റേ ദിവസം പുലർച്ചെ വരെ ഇവരാണ്, ഈ വളണ്ടിയർമാർ അവിടെ തന്നെ നിൽക്കുകയാണ്. രാവിലെ വീട്ടിലേക്ക് UK കുഞ്ഞിരാമൻ പോവുക. നിർവേലി അവിടെ ഒരു സ്ഥലത്ത് ഇവർ കാത്തു നിൽക്കുന്നത്. അവിടെ വെച്ചാണ് UK കുഞ്ഞിരാമനെ ആക്രമിച്ചത്. തലശ്ശേരി കലാപത്തിൽ പലർക്കും നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, വസ്തുവകകൾ നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. UK കുഞ്ഞിരാമന്റെ ജീവൻ. അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു. ഞങ്ങൾ ചെയ്തത് അത്, ഇവർ ചെയ്തത് RSSന്റെ ശാഖക്ക് സംരക്ഷണം നൽകുക. മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ആ വ്യത്യാസം മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങള് തീർത്തും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റൂ. RSSന്റെ തലതൊട്ടപ്പൻ എല്ലാവരും സമ്മതിക്കുന്നതാണല്ലോ, ഗോൾവാൾക്കർ, ഗുരുജി ഗോൾവാൾക്കർ. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം, ആ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി RSS ഒരു പരിപാടി സംഘടിപ്പിക്കും. ആ പരിപാടിയിലെ ഗോൾവാൾക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ വിളക്കുണ്ട്. അത് കൊളത്തി ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം. ഞങ്ങൾ ആരെങ്കിലുമാണോ? ഇവിടെയുള്ളവരല്ല കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണോ? നിങ്ങൾക്കത് ഓർക്കാൻ വിഷമാണല്ലേ? എന്തേ വിഷമം? നിങ്ങൾക്കറിയില്ലേ ഇത്തരം കാര്യങ്ങൾ? ഇത് മാത്രമാണോ? ഈ പരമേശ്വരനെ അറിയില്ലേ? 2013 സംഘപരിവാറിന്റെ
കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ ടി പരമേശ്വരൻ, അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശ്ശൂർ നടത്തിയത്? അന്വേഷിക്കണം, മലയാള മനോരമ അന്വേഷിക്കണം. RSS ബന്ധത്തിൻ്റെതാണല്ലോ നിങ്ങളിപ്പോ വല്ലാതെ ആലോചിക്കുന്ന കാര്യം. ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഇത് കേരളത്തിലെ കാര്യം. കേരളത്തിലെ കാര്യം ഇനിയുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പം തൽക്കാലം കടക്കുന്നില്ല. എന്താണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ? ദേശീയ തലത്തിൽ കോൺഗ്രസും RSSും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു? മലയാള മനോരമക്ക് അറിയില്ലേ അത്? നിങ്ങൾ വലിയ മാധ്യമമല്ലേ, അറിയണ്ടേ? എന്തേ നിങ്ങള് അത് മറച്ചു വെക്കുന്നത്? 1984 RSSന്റെ സർ സംഘചാലക് മധുകർ ദത്താത്രേയ ദിയോറസ്, അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസക്തമാകുന്നത്? അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ? ഓർക്കാൻ കുറച്ച് വിഷമമുണ്ടല്ലേ? നിങ്ങൾക്ക് പറയാൻ തീരെ കഴിയില്ല, പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമല്ലേ അത്? ബാബറി മസ്ജിദ്, അവിടെ രാംലല്ല സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരാധനക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തത് 1986 രാജീവ് ഗാന്ധിയല്ലേ? അതിനു മുൻപുണ്ടോ? രാജീവ് ഗാന്ധിയല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത്? ആർക്കാണ് RSSുമായുള്ള ബന്ധം? ആർക്കാണ് RSSനോട് സോഫ്റ്റ് കോർണർ? 1987 ഹാഷിംപൂർ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തിന്റെ മനസാക്ഷിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ലത്. RSS ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ UPയിലെ കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത്? മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം. 42 മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഒരു കോളനിയിൽ ഒറ്റ രാത്രിയിൽ UP പോലീസ് തീർത്തത്. കൂട്ടക്കൊല. RSS ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശ്. നേരത്തെ ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല, എങ്കിലും ഞങ്ങളെ പറ്റി പറയാൻ പുറപ്പെടുമ്പോ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ? ആ ഹാഷിംപൂരിലെ ഇറിഗേഷൻ കനാലില് ആ മൃതദേഹങ്ങൾ ഒഴുക്കുകയായിരുന്നു ചെയ്തത്. ഈ കൂട്ടക്കൊലക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചത്, രാജ്യത്താകെ വ്യാപിപ്പിച്ചത്. വേറൊരു സംഭവം മലയാള മനോരമ അറിയാൻ വേണ്ടിയാണ്, അവരാണല്ലോ ഇത് വലിയ കൊട്ടിഘോഷിക്കാൻ പുറപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം 1993 പ്രതിഷേധ സൂചകമായി ജോലിയിൽ നിന്ന് VRS എടുത്തു. അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ. ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. മലയാള മനോരമയുടെ കയ്യിലുണ്ടോ എന്നറിയില്ല, ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ, ഒന്ന് വാങ്ങണം, വായിക്കണം. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ഡിലേമ, ആൻ ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തില് ഞങ്ങളായിട്ട് ബന്ധമുള്ള ആരുമല്ല കേട്ടോ ഈ എഴുതിയത്, അത് ഓർക്കണം. ഒന്നുകൂടി ആ പേര് ഞാൻ പറയാം. മാധവ് ഗോഡ്ബോളെ, ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. അദ്ദേഹം എഴുതുകയാണ്, രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആ പുസ്തകം എടുത്ത് നോക്കണം. ഒന്നാം കർസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കളക്ടറായിരുന്ന KK നായരെയാണ്. കല്യാൺ സിംഗ് ആണ് മൂന്നാം കർസേവകൻ. ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ, ആരുടെ ശുപാർശ? ഇദ്ദേഹത്തിന്റെ ശുപാർശ. നാലാം കർസേവകനായ പ്രധാനമന്ത്രി നരസിംഹറാവു ചെവിക്കൊണ്ടില്ല എന്നും ഈ ഗോഡ്ബോളെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്ന് ശുപാർശ കൊടുക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. നാലാം കർസേവകനായിട്ടാണ് നരസിംഹറാവുവിനെ വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്? ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കെട്ട ചരിത്രമുണ്ടോ? അഭിമാനപൂർവ്വം തലയുയർത്തി പറയാൻ പറ്റും. എല്ലാ വർഗീയ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്നേ വരെ CPIഎമ്മും ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വെള്ളം ചേർക്കലും അതിലുണ്ടായിട്ടില്ല. ഇപ്പോ കപിൽ സിബല് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ അദ്ദേഹം. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണല്ലോ. അദ്ദേഹത്തോട് 2018 ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. എന്തേ അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണം? എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നല്ലേ ഇത് കാണിക്കുന്നത്? മലയാള മനോരമക്ക് അറിയില്ലേ അത്? ഇവിടെ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് ശിലാന്യാസം നടക്കുന്നു. ആ സമയത്ത് ശ്രീരാമനെ വാഴ്ത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിനാണെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു.
രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക, അത് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. മാത്രമല്ല, ഭൂമി പൂജയുടെ അന്ന് മധ്യപ്രദേശിലാകെ ഹനുമാൻ ചാലിസ സംഘടിപ്പിച്ചു. കമൽനാഥാണ് അന്നത്തെ അവിടുത്തെ ഭരണത്തലവൻ. ആ കമൽനാഥ് കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹമല്ലേ ഇതെല്ലാം ചെയ്തത്? ഇപ്പോ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണമുണ്ട്: കർണാടക, ഹിമാചൽ പ്രദേശ്, തെലുങ്കാന. എന്താ അവിടുത്തെ സ്ഥിതി? അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കർണാടക സർക്കാരിന് കീഴിലുള്ള 34,563 ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്താൻ കോൺഗ്രസ് സർക്കാർ ഓർഡർ ഇറക്കുകയായിരുന്നു, ഉത്തരവ് നൽകുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിലെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ കാലത്ത് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ABVPയുടെയും RSSന്റെയും നേതാവായിരുന്നു. ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ മനോരമേ? എന്തേ ഇതൊന്നും ഓർക്കാത്തത്? എന്തേ ഇവരെ വെള്ളപൂശാൻ വലിയ താല്പര്യം? കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നൊരു BJP അംഗം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നില്ലേ അത്? KC വേണുഗോപാലായിരുന്നല്ലോ അവിടെ നിന്നുള്ള രാജ്യസഭാ അംഗം. അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ രാജി BJPക്ക് ഒരു അംഗത്വത്തെ കൊടുക്കുകയാണ് ചെയ്യുക. അതല്ലേ സംഭവിച്ചത്? തോക്കും. പ്രതിപക്ഷമല്ലേ കോൺഗ്രസ്? അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ? സ്ഥാനാർത്ഥിയെ നിർത്തിയോ? എന്താ അതിന്റെ അർത്ഥം? മലയാള മനോരമയാണ് പറയേണ്ടത്. ഇവിടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം, മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുള്ള പ്രവർത്തനമാണ് CPIM നടത്തുന്നത്. CPIM അടക്കമുള്ള LDFും LDF സർക്കാരും നടത്തുന്നത്. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ആ കാര്യം എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ RSS ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിന്റെ മുന്നിൽ ഇതാ RSSന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട. ഞങ്ങളത് തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം സുതാര്യമായിട്ടുള്ളതാണ്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ്. ഞാൻ കുറച്ചധികം സമയമായി പോയി. അധിക സമയം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ചധികമായി. ഇനി ഇത് കിട്ടുന്നില്ല. ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലപ്രദമായി നേതൃത്വം കൊടുക്കാനുള്ള ഒരു ഓഫീസാണ് പണി തീർത്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആ ഓഫീസ് കേന്ദ്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.